ടു വി ലേൺ നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 ആണ്. ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെൻറ്റിന് ചില പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ട്. അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പേ ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻറ്റേർണൽ റീ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ആർട്ടിക്കിൾ 2 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് എക്സ്റ്റേണൽ റീ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ആർട്ടിക്കിൾ 3 വരുന്ന സമയത്ത് അത് ഇൻറ്റേർണൽ റീ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കും. ഇൻറ്റേർണൽ റീ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്കുള്ളിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തികളിൽ മാറ്റം വരുത്തുന്നതും അതിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെൻറ്റിന് ലഭിക്കുന്ന അധികാരങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഓർത്തിരിക്കുക, പാർലമെൻറ്റ് മേ ബൈ ദ ലോ. പാർലമെൻറ്റ് മേ ബൈ ദ ലോ എന്ന് എവിടെ പറയുന്ന സമയത്തും ആദ്യമായിട്ട് ഓർക്കേണ്ടത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം മൂലം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം മൂലം എന്തൊക്കെ സാധിക്കും? ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ്, ഒരു പുതിയ സംസ്ഥാനത്തിന് രൂപം നൽകുക. എങ്ങനെയാണ് ഒരു പുതിയ സംസ്ഥാനത്തിന് രൂപം നൽകുന്നത്? നിലവിലുള്ള ഒരു സംസ്ഥാനത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് പുതിയൊരു സംസ്ഥാനം രൂപം നൽകാവുന്നതാണ്. ഇതുമല്ല എങ്കിൽ നമുക്ക് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടും പുതിയൊരു സംസ്ഥാനത്തിന് രൂപം നൽകാവുന്നതാണ്. രണ്ടാമതായിട്ട് പറയുന്ന കാര്യമാണ് ഇൻക്രീസ് ദ ഏരിയ ഓഫ് എനി സ്റ്റേറ്റ്. ഏത് സംസ്ഥാനത്തിൻ്റെയും വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ നമുക്ക് ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം മൂലം ചെയ്തെടുക്കുവാൻ വേണ്ടി സാധിക്കും. മൂന്നാമതായിട്ട് പറയുന്ന കാര്യമാണ് ഡിമിനിഷ് ദ ഏരിയ ഓഫ് എനി സ്റ്റേറ്റ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം മൂലം. നാലാമതായിട്ട് പറയുന്ന കാര്യമാണ് അൾട്ടർ ദ ബൗണ്ടറീസ് ഓഫ് എനി സ്റ്റേറ്റ്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും ഉണ്ടെന്നറിയാം. ഓക്കെ, ഇതിനിടയിലുള്ള അതിർത്തികളുണ്ടല്ലോ, ഈ അതിർത്തികളിൽ മാറ്റം വരുത്തുവാനും ഇന്ത്യൻ പാർലമെൻറ്റിന് സാധിക്കും പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം മൂലം ആർട്ടിക്കിൾ 3 കീഴെ. അടുത്തതായിട്ട് വരുന്ന കാര്യമാണ് ചേഞ്ച് ദ നെയിം ഓഫ് എനി സ്റ്റേറ്റ്. ഏതൊരു സംസ്ഥാനത്തിൻ്റെയും പേര് മാറ്റുവാൻ വേണ്ടി സാധിക്കും നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം മൂലം ആർട്ടിക്കിൾ 3 കീഴെ. ഓക്കെ, ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഈ ബില്ല് എത്തിപ്പെടുക പ്രസിഡൻറ്റിൻ്റെ കയ്യിലായിരിക്കും. അങ്ങനെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ എത്തിപ്പെടുന്ന ഈ ബില്ല് പ്രസിഡൻറ്റ് ഏത് സംസ്ഥാനത്തിൻ്റെ ആണോ അതിർത്തിയിൽ അല്ലെ പേരിൽ മാറ്റം വരുത്തുന്നത് അതാത് സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ആ സംസ്ഥാനങ്ങൾക്ക് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് കൊടുക്കുകയും ചെയ്യും. ആ ടൈം പീരീഡിനുള്ളിൽ ആ ബില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയൻസ് പ്രസിഡൻറ്റിനെ അറിയിക്കുവാൻ വേണ്ടി പറയും. അപ്പോൾ ആ ടൈം പീരീഡിനുള്ളിൽ അവരതിനെക്കുറിച്ച് അറിയിച്ചാലും ഇല്ല എങ്കിലും അവർ ഒപ്പീനിയൻ അവർക്ക് സമ്മതമാണ് എങ്കിലും അല്ല എങ്കിലും പ്രസിഡൻറ്റിന് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാവുന്നതാണ്. അങ്ങനെ അതോടുകൂടി പ്രസിഡന്റ് ഈ ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ അവതരിപ്പിക്കുവാനുള്ള അനുമതി നൽകുകയും അതോടുകൂടി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് പാർലമെൻറ്റ് ഇതൊരു സിമ്പിൾ മെജോറിറ്റിയിൽ ഈ നിയമത്തെ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഓർത്തിരിക്കുക, പാർലമെൻറ്റ് ഏത് മെജോറിറ്റിയിലാണ് പാസ്സാക്കേണ്ടത്? സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കി വെച്ചാൽ മതി. പാർലമെൻറ്റിന് പലതരത്തിലുള്ള മെജോറിറ്റികളുണ്ട്, അതിലേത് മെജോറിറ്റിയിലാണ്? സിമ്പിൾ മെജോറിറ്റിയിലാണ് പാസ്സാക്കേണ്ടത്. ഓക്കെ, ഇനി ഇൻ കേസ് ഇതൊരു യൂണിയൻ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇത് സംസ്ഥാനത്തിൻ്റെ അതായത് യൂണിയൻ ടെറിട്ടറികൾക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല, പാർലമെൻറ്റിന് സ്വയമേ തീരുമാനം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ വേണ്ടി. നമ്മുടെ USA ഇന്ത്യയുടെയും കാര്യം എടുക്കുന്ന സമയത്ത് USA ഇങ്ങനെ അതിർത്തികളിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കത്തൊന്നുമില്ല. ഓക്കെ, ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം.